സഖാവ് KVR നമ്മുടെ പാലക്കാട് ജില്ലയിലെ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ അതിദീർഘകാലം പ്രവർത്തിച്ച ആളായിരുന്നു. 1967 KVR CPIM അംഗമായി വരുന്നത്. പിന്നീട് കുമരനല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. 69 കുഞ്ഞിരാമൻ മാഷിൻ്റെ മരണത്തെ തുടർന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ്, ഇപ്പോഴുള്ള ഓഫീസിലെ പഴയ രൂപത്തിലുള്ള ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ ഓഫീസിൻ്റെ ചുമതലക്കാരനായി KVR ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 1980 ശേഷം പാർട്ടി സംഘടനയിൽ വ്യത്യാസം വരുത്തി താലൂക്ക് കമ്മിറ്റികൾ വിഭജിച്ച് ഏരിയ കമ്മിറ്റികളാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ ആദിവാസി മേഖലയായ അട്ടപ്പാടിയിൽ പ്രത്യേകം ഏരിയ കമ്മിറ്റി രൂപീകരിക്കാൻ നിശ്ചയിച്ചു. അപ്പോൾ സഖാവ് KVRനെ ആയിരുന്നു അട്ടപ്പാടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പാർട്ടി നിയോഗിച്ചത്. ദീർഘകാലം KVR പാർട്ടിയുടെ അട്ടപ്പാടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി KVR. കുറച്ചു കാലം പാർട്ടിയുടെ പാലക്കാട് ഏരിയ സെക്രട്ടറിയായും ചിറ്റൂർ ഏരിയ സെക്രട്ടറിയായും KVR പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി സംഘടനയിൽ പ്രത്യേകമായിട്ടുള്ള പ്രതിസന്ധികൾ രൂപപ്പെട്ട കാലത്ത് ആ പാർട്ടി സംഘടനാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി KVRനെ നിയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ചിറ്റൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് കൂടി KVR പ്രവർത്തിച്ചത്. ദീർഘകാലം പാർട്ടിയെ ഈ ജില്ലയിൽ നേതൃനിരയിൽ നിന്ന് നയിച്ചു. കർഷക സംഘത്തിൻ്റെ നേതാവായി, കർഷക സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു. സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി KVR ദീർഘകാലം പ്രവർത്തിച്ചു. വൈസ് പ്രസിഡൻ്റായിട്ടും ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രസിഡൻ്റായും KVR പ്രവർത്തിച്ചിരുന്നു. വലിയ നഷ്ടമാണ് KVRൻ്റെ വിയോഗത്തെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ നമ്മുടെ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എല്ലാവരും ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും അതിദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. ഒരു ഘട്ടത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായും KVR പ്രവർത്തിച്ചു. ആരോഗ്യം മോശമായതിനെ തുടർന്നാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ KVR സ്വയം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായത്. തുടർന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിക്കുകയായിരുന്നു. കുറച്ചു കാലം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് സജീവ പാർട്ടി പ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ദുഃഖം രേഖപ്പെടുത്തുന്നു.